മക്കളെ, നമ്മുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ചു കൊന്ന ആൾ, അതായത് നമ്മുടെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ആളുടെ പേരാണ് ഗോഡ്സെ. അദ്ദേഹം ഇപ്പോഴത്തെ BJP-യുടെ ആദ്യ പതിപ്പ്, ഈ ജനസംഘം എന്നൊക്കെ പറയുന്ന പാർട്ടി ഉണ്ടായിരുന്നു, അവരുമായിട്ട് ബന്ധപ്പെട്ട അവരൊരു നേതാവായിരുന്നു ഇദ്ദേഹം. ആരാണ്? ഗോഡ്സെ എന്ന് പറയുന്നത്. അതായത് ഈ സ്വതന്ത്ര ഇന്ത്യ കണ്ട ആദ്യത്തെ തീവ്രവാദിയാണ് അയാൾ. തീവ്രവാദി ഭീകരവാദിയുമാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നത്. അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് മഹാത്മാഗാന്ധിയുടെയും ടീം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തരാനായിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആളുകളെ ഇന്നത്തെ BJP-യുടെ സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി മരണപ്പെട്ടു പോയ രക്തസാക്ഷികളുടെയും നേതാക്കന്മാരുടെയൊക്കെ പേര് വെട്ടിമാറ്റിക്കൊണ്ട് അവരെയൊക്കെ വില്ലന്മാരാക്കിക്കൊണ്ട് ഇപ്പോ BJP-യുടെ പഴയകാല പതിപ്പിന്റെ ആളുകളെ ഇവിടുത്തെ ഇന്ത്യയുടെ ഹീറോ ആക്കാനുള്ള ഒരു ശ്രമം നടന്നു വരുന്നു. അതിന്റെയൊക്കെ ഭാഗമാണ് PM ശ്രീപാദ് എന്നൊക്കെ പറയുന്നത്, അറിയാലോ. അപ്പോ വരും ദിവസങ്ങളിൽ, വരും കാലഘട്ടത്തിൽ നമ്മുടെ യഥാർത്ഥ ഹീറോ, ഇന്ത്യയുടെ ഹീറോക്കളെ മായ്ച്ചുകൊണ്ട് അതിന് പകരം അന്ന് ഇന്ത്യയെ ഒറ്റുകൊടുത്തവരും ഇന്ത്യയെ പിന്നിൽ നിന്ന് കുത്തിയവരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് എതിർ നിന്നവരുമായ ഇന്നത്തെ BJP-യുടെ അന്നത്തെ പതിപ്പായ സംഘശക്തിയും അതുപോലെ തന്നെ കുറെ സംഘപരിവാർ സംഘടനയൊക്കെ ഉണ്ടായിരുന്നു. അതിലെ നേതാക്കന്മാരെയൊക്കെ അവരാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതെന്ന് പറഞ്ഞ് പഠിപ്പിച്ച് പുതിയൊരു അധ്യായം ഈ 70-80 വർഷത്തിന് ഇപ്പുറമുള്ള, അതായത് ഇവരൊക്കെ മരിച്ചുപോയി, 80 വർഷത്തിനിപ്പുറമുള്ള ആളുകൾ തിരുത്തി എഴുതാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ തിരുത്തി എഴുതുമ്പോൾ നമ്മളുടെ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ ചരിത്രത്തെ തിരുത്തി എഴുതാൻ പോവുകയാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ മഹാത്മാഗാന്ധിയൊക്കെ വില്ലനാവും. ഇപ്പോ നാഥുറാം ഗോഡ്സെ എന്ന് പറയുന്ന ഒരാളാണ്, ഒരു ഭീകരവാദി, തീവ്രവാദിയാണ് മഹാത്മാഗാന്ധി വെടിവെച്ചു കൊന്നത്. ഇനിയുള്ള കാലഘട്ടത്തിൽ അത് നേരെ തിരിയും. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ ഭീകരവാദിയാക്കുകയും അദ്ദേഹത്തെ തീവ്രവാദിയാക്കുകയും അദ്ദേഹമാണ് ഗോഡ്സെയെ വെടിവെച്ചു കൊന്നത്, ഗോഡ്സെ അങ്ങനെ രക്തസാക്ഷിയായി എന്നൊക്കെയുള്ള നരേറ്റീവും ചരിത്രങ്ങളും ഇവർ എഴുതി ചേർത്തു. അപ്പോ അങ്ങനെ എഴുതി ചേർക്കുമ്പോൾ ഇപ്പോഴത്തുള്ള തലമുറ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മുടെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത ഒരുപാട് നല്ല നേതാക്കന്മാരുണ്ട്. അവരൊക്കെ പേര് നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് പേരുടെ കാര്യം പറയാനാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നല്ല അറിവുള്ളവർ പറയുന്ന 1-2 ചരിത്രങ്ങൾ ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് ലാസ്റ്റ് ഒരു വീഡിയോ ഉണ്ട്, അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുകൂടി കണ്ടിട്ട് നിങ്ങൾ പോവാ കേട്ടോ. ആദ്യം നമുക്ക് നമ്മുടെ റഹീം സാർ പറയുന്ന ഒരു വീഡിയോ ഒന്ന് കേൾക്കാം. 1943 സെപ്റ്റംബർ 10 പുലർച്ചെ മദ്രാസിലെ സെന്റ് ജോർജ് ഫോർട്ടിൽ 4 ചെറുപ്പക്കാരെ തൂക്കിലേറ്റാൻ കൊണ്ട് ബ്രിട്ടീഷുകാർ നിർത്തി. ഒന്ന് ഭൗജ സിംഗ്, മറ്റൊന്ന് ബർദാൻ, പിന്നെ 2 മലയാളികൾ, അനന്തൻ നായർ, INA ഹീറോ വക്കം അബ്ദുൽ ഖാദർ. 4ഉം സുഭാഷ് ചന്ദ്രബോസിന്റെ പോരാളി. സാർ, ഒരേ സമയം 2 പേരെയാണ് തൂക്കിലേറ്റാൻ കഴിയുക. വക്കം അബ്ദുൽ ഖാദറിനെയും ഭൗജ സിംഗിനെയും ഒരുമിച്ചും അനന്തൻ നായരെയും അതോടൊപ്പം ബർദാനെയും ഒരുമിച്ചുമായിരുന്നു തൂക്കിലേറ്റാൻ നിശ്ചയിച്ചത്. ആ കൊലക്കേരന്റെ മുമ്പിൽ നിന്നുകൊണ്ട് വക്കം അബ്ദുൽ ഖാദർ INA ഹീറോ ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, നിങ്ങൾ ഈ ലിസ്റ്റ് ഒന്ന് തിരുത്തി എഴുതണം, എന്നെയും എന്റെ ചങ്ങാതി അനന്തൻ നായരെയും ഒരുമിച്ച് തൂക്കിലേറ്റണം. ബ്രിട്ടീഷുകാർ ചോദിച്ചു, എന്തിന്? അദ്ദേഹം ഉത്തരം പറഞ്ഞു, ഞാൻ മുസ്ലിം, അനന്തൻ നായർ ഹിന്ദു. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഈ ബലിത്തറയിൽ ഒരു ഹിന്ദുവും മുസൽമാനും ഒരുമിച്ച് നിങ്ങൾക്കു നേരെ ശിരസ്സു നീട്ടി തന്നുവെന്ന് നാളെയുടെ ചരിത്രം എഴുതട്ടെ. സാർ, ബ്രിട്ടീഷുകാർ തിരുത്തി എഴുതി അനന്തൻ നായർ എന്ന ഹിന്ദുവിനെയും വക്കം അബ്ദുൽ ഖാദർ എന്ന മുസ്ലിമിനെയും ഒരുമിച്ച് തൂക്കിലേറ്റി. സാർ, കുറിച്യർ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി. കുറിച്യർ അവരുടെ മുമ്പിൽ തോറ്റു പിന്മാറിയില്ല, മാപ്പെഴുതി കൊടുത്തില്ല. സാർ, അവർ എവിടെയും പിന്മാറിയില്ല, അവർ ആരുടെയും ചെരുപ്പ് നക്കിയില്ല. ഈ സമയത്ത് തന്നെയാണ് മാപ്പിന്റെ കാര്യം പറയാനുള്ളത്. അതായത് മാപ്പിന്റെ കാര്യം പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലാസിക് മാപ്പുകൾ ഒന്ന് എഴുതിയിരിക്കുന്നത് ഇത് VD സവർക്കർ എന്ന് പറയുന്ന ഒരു BJP-യുടെ ആദ്യ പതിപ്പായ ജനശക്തി, സംഘശക്തി എന്നപ്പോലുള്ള സംഘടനകളുടെ നേതാക്കളിൽ ഒരാളുടെ പേരിലാണ് ആ ക്ലാസിക്കൽ മാപ്പുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളായ നമ്മുടെ ഹീറോകൾ രാജ്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരോട് നിങ്ങൾ എന്നെ കൊല്ലൂ, ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് വേണ്ടതെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് വെടിയുണ്ടകൾ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ
കഴുമരത്തിൽ നിന്നുകൊണ്ട് പോലും ജയ് ഹിന്ദ്, എനിക്ക് എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് വലുത്, നിങ്ങൾ എന്നെ തോക്കിലേറ്റു എന്ന് പറയുന്ന ധീര രക്തസാക്ഷികളുള്ള ആ സമയത്താണ് വി ഡി സവർക്കർ, അദ്ദേഹത്തിന്റെ ഇവിടെ ഇപ്പൊ ചില ആളുകൾ പറയുന്നത് വീർ സവർക്കർ എന്നാണ്. ആ പേര് പോലും പണ്ട് കുഞ്ഞിക്കൂനൻ സിനിമയിൽ ദിലീപ് പറഞ്ഞ പോലെ അദ്ദേഹത്തിനെ എല്ലാവരും കുഞ്ഞിക്കൂന ഇപ്പൊ നാണക്കേട് കുഞ്ഞിക്കൂന എന്ന് പറയുന്നത്. അപ്പം ദിലീപ് ആ ഒരു ക്യാരക്ടർ, കുഞ്ഞിക്കൂനന്റെ ക്യാരക്ടർ, അദ്ദേഹത്തിന് ഒരു പേരിട്ടിട്ടുണ്ട്, ദിലീപ് കുമാർ എന്ന് പറഞ്ഞ പോലെ ഈ സവർക്കർ എന്ന് പറയുന്ന ആള് ഒരു വ്യാജ പേരിൽ ബുക്ക് എഴുതിയിട്ട് ആ സവർക്കറെ വീർ സവർക്കർ എന്നാക്കിയതും അദ്ദേഹം തന്നെയാണ്. സ്വന്തം പേരിന്റെ കൂടെ വീർ എന്ന് എഴുതി ചേർത്ത പുള്ളി തന്നെയാണ്. അപ്പോ വീർ സവർക്കർ എന്നാണ് ഇപ്പോൾ ഉള്ള ചില ആളുകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സവർക്കർ എന്ന് പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഈ സമരത്തിൽ പങ്കെടുത്തത് ഭയങ്കര വിറ്റ് കഥകളൊക്കെയാണ്. അതൊക്കെ ചരിത്രം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് അയാളെ പിടിച്ച് അകത്തിട്ടതെന്നൊക്കെ നമുക്ക് ചരിത്രം വായിക്കും മനസ്സിലാവും. അപ്പോ അകത്തിട്ടപ്പോ ശിക്ഷിച്ചു, എത്രയോ കൊല്ലം ശിക്ഷിച്ചു. ഓക്കെ, അപ്പൊ ആ ശിക്ഷാ സമയത്ത് പുള്ളി മാപ്പുകൾ എഴുതിക്കൊണ്ടിരുന്നു. ഏകദേശം ഒരു കണക്ക് ശരിയാണെങ്കിൽ ഇപ്പം വി ഡി സവർക്കറുടെ മക്കളായ ഒരാൾ, അയാൾ പറയുന്നത് 10ഓളം മാപ്പുകൾ എഴുതിയെന്നാ പറയുന്നത്. പക്ഷെ ഈ സംഘപരിവാർ ആളുകൾ പറയുന്നത് 10 അല്ല 6 എണ്ണം എഴുതിയെന്നാണ് പറയുന്നത്. അപ്പൊ അതിലൊരു തർക്കമുണ്ട്, 10 ആണോ 6 ആണോ എന്നുള്ള തർക്കമുണ്ട്. എന്തായാലും അവസാനമായി എഴുതിയ ഒരു മാപ്പപേക്ഷയുണ്ട് ബ്രിട്ടീഷുകാർക്ക്, ഈ വി ഡി സവർക്കർ എഴുതിയത്. അതായത് നിങ്ങളുടെ അടിമയായി ഞാൻ നിന്നുകൊള്ളാമെന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന പടയാളികളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാമെന്നും നിങ്ങൾക്ക് ദാസപ്പണി ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു കത്ത് വരെ ഉണ്ട്. അതാണ് ലാസ്റ്റ് കത്ത്. അതോടുകൂടിയാണ് അദ്ദേഹത്തിന് വെറുതെ വിടുന്നത്. ആ കത്തുമായിട്ട് അങ്ങനെയുള്ള മാപ്പപേക്ഷയായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്ക്. സവർക്കർ ജീവചരിത്രം മേടിച്ച് വായിക്കുകയുണ്ടായി. അപ്പൊ പുറയില് മാപ്പപേക്ഷ അനുബന്ധമായിട്ട് കൊടുത്തിട്ടുണ്ട്. 10-20 പേജുണ്ട്, 7-8 മാപ്പുകളുണ്ട്. ഭാര്യ എഴുതിയത്, കുടുംബക്കാരെഴുതിയത്, മൂപ്പരായിട്ട് തന്നെ എഴുതിയത്. വായിച്ച് പോയപ്പോ എനിക്ക് തോന്നിയത് ഇത് വായിച്ച് മടുത്തിട്ടായിരിക്കും മൂപ്പരെ വിട്ടത്. അത്രയും മാപ്പുണ്ട്. അവസാനത്തെ മാപ്പിൽ ഒരു വാക്യമുണ്ട്, ഡോക്ടറോട് പറഞ്ഞു. അവസാനത്തെ മാപ്പിൽ പറയുന്നത്, എന്നെ വിട്ടയച്ചാല് എന്റെ മാത്രം പിന്തുണയല്ല, എന്റെ അനുയായികളായ 10,000-കണക്കിന് യുവാക്കളുടെ പിന്തുണ ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഉറപ്പു തരാനായിട്ട് എനിക്ക് കഴിയും. അങ്ങനെ കൊടുത്തോട്ടോ, മാപ്പ കൊടുത്ത് പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലിയും ചെയ്തു. മാസം 75 രൂപ അന്ന് ശമ്പളം മേടിച്ചിരുന്ന ഒരാളാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് മാസം 70 ശമ്പളം മേടിച്ചിരുന്ന ഒരാളാണ് വി ഡി സവർക്കർ. അതായത് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇനി ഗോൾവാർക്കർ എന്ന് പറയുന്ന ആള് BJP-യുടെ പണ്ടത്തെ പതിപ്പിലെ അംഗമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതായത് അനുയായികളോട് പറയുകയാണ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരിക്കലും ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യരുത്. ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് നിങ്ങളെ എനർജി ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. നിങ്ങളുടെ എനർജി ഉപയോഗിക്കേണ്ടത് ഇന്ത്യയിൽ തന്നെയുള്ള മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, കമ്മ്യൂണിസ്റ്റുകാർ, അവർക്കെതിരെ യുദ്ധം ചെയ്യൂ എന്നാണ് ഗോൾവാർക്കർ പറഞ്ഞത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇവരുടെ എടുത്തു പറയുന്ന ഒരു 3-4 നേതാക്കളുടെ പേരുണ്ട്. ഇവരൊക്കെയും ഇന്ത്യക്കെതിരെ ഒറ്റുകൊടുത്ത ആളുകളാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെയും ഇന്ത്യയുടെ മുന്നേറ്റത്തെയും ഒറ്റുകൊടുത്ത ആളുകളാണ് ഇവരൊക്കെ. അപ്പൊ ഇവരുടെയൊക്കെ ചരിത്രം ഇപ്പൊ നാണക്കേടല്ല ഇത് പറയാൻ. ഇപ്പൊ മാപ്പ് എഴുതി കൊടുത്തു. അതായത് ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാര്യകുന്ന് കുഞ്ഞഹമ്മദ് ഹാജി, അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ ഒരു മനുഷ്യനാണ്, ഒരു ധീര ദേശസ്നേഹിയാണ്. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാരൊക്കെ ഒരുപാട് വിറപ്പിച്ച മനുഷ്യനാണ്. കുറെ പേരെ കൊന്നിട്ടുമുണ്ട്. അത് ഇന്ത്യയിൽ നിന്നുകൊണ്ട്, കേരളത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഒറ്റുകൊടുത്ത ആളുകളെ കൊന്നിട്ടുമുണ്ട് വാര്യകുന്ന് കുഞ്ഞഹമ്മദ് ഹാജി. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ അങ്ങനെ ചതിയിലൂടെയും വാര്യംകുന്ന് കുഞ്ഞഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷുകാർ പിടിച്ചിട്ട് അദ്ദേഹത്തെ കൊല്ലാനായിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ വധശിക്ഷയാണ് വിധിച്ചത്. കൊല്ലാനായിട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാം, നിങ്ങളുടെ പുണ്യനഗരമായ മക്കയിൽ നിങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കാം, നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം, പക്ഷെ നിങ്ങൾ ഈ നാട്ടിൽ ഇന്ത്യയിൽ നിന്നും വിട്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഇന്നും ചരിത്ര പുസ്തകത്തെ ആളുകളിൽ ഉണ്ട്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, മക്ക ഞങ്ങൾക്ക് പുണ്യ സ്ഥലം തന്നെയാണ്, അവിടെ പോയി ജീവിക്കാനാണ് എല്ലാ മുസ്ലിങ്ങളുടെയും ആഗ്രഹം. പക്ഷേ ഏറനാട്, ഈ നാട് എന്റെ സ്വന്തമാണ്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണ് എന്റെ സ്വപ്നം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഓഫർ നിരസിക്കുകയും അദ്ദേഹത്തിന് വധശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്തു. വധശിക്ഷയുടെ ഒരു ചരിത്രം പറയുന്നുണ്ട്. വധശിക്ഷ എങ്ങനെയാന്ന് വെച്ചാല്, അന്നൊക്കെ ഈ മുഖംമൂടി, ഈ കൊല്ലുന്നതിന് മുമ്പ് മുഖംമൂടി ധരിച്ച് പിന്നിൽ നിന്ന് വെടിവെച്ച് കൊല്ലുന്ന ഒരു ഏർപ്പാടായിരുന്നു പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഭാര്യ കൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ അറിയോ,
എനിക്ക് 2 ആവശ്യങ്ങളുണ്ട് എന്നെ കൊല്ലുന്നതിന് മുമ്പ്. ഒന്ന്, നിങ്ങൾ എന്റെ മുഖം മൂടി അണിയിക്കരുത്, കാരണം എനിക്ക് എന്റെ മരണം കാണണം. 2, നിങ്ങൾ മുന്നിൽ നിന്നുകൊണ്ട് എന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കൂ, ഞാൻ അങ്ങനെ രക്തസാക്ഷി ആവട്ടെ എന്ന് പറഞ്ഞ മനുഷ്യനാണ്. അങ്ങനെ പറയുന്ന ദേശസ്നേഹികളായ മനുഷ്യരുടെ ജീവിത സമയത്താണ്, ജീവിത കാലഘട്ടത്തിലാണ് ഇത്തരം മാപ്പപേക്ഷകളും ഈ BJP-യുടെ മുൻകാലങ്ങളിൽ നേതാക്കൾ, അതായത് തലമുറകളിലെ നേതാക്കന്മാരുടെ മാപ്പപേക്ഷയും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനവും ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലെ ചരിത്രം എന്ന് പറയുന്നത്. ചരിത്രമാണ് കേട്ടോ ഈ പറയുന്നതൊക്കെ. ഇത് നമ്മൾ എവിടെയും കഥകളല്ല, അന്നുള്ള ആളുകൾ രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ്. അത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്, ഇന്ത്യ ഗവൺമെന്റ് മ്യൂസിയങ്ങളിലുണ്ട്, ഇതൊക്കെ പരിശോധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോ അത്തരം കാര്യങ്ങളെ ഇനിയുള്ള ഈ സെൻട്രൽ ഗവൺമെന്റ്, BJP സെൻട്രൽ ഗവൺമെന്റ് മായ്ച്ചു കളഞ്ഞുകൊണ്ട് പുതിയ അധ്യായങ്ങൾ സിനിമ പോലെ എഴുതി ചേർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെയും ഞാൻ പറയുന്നത് നമ്മുടെ ഈ തലമുറയിലെ കുട്ടികളോടാണ്. ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു കാലം വരും. രാഷ്ട്രപതിയായ മഹാത്മാഗാന്ധി ഗോഡ്സെ വെടിവെച്ചെന്ന് പറയുന്ന ഒരു കാലഘട്ടം വരും. അന്ന് മനസ്സിലാക്കണം അതല്ല സത്യം, ഇതായിരുന്നു സത്യം എന്നുള്ളത് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്.